ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ ഭൂലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കമായി നമ്മൾ ചിന്തിച്ചു വരികയാണ്. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 21, മത്തായിയുടെ സുവിശേഷം 24, ലൂക്കോസിന്റെ സുവിശേഷം 24 തുടങ്ങിയ വേദഭാഗങ്ങളിൽ അന്ത്യകാലത്ത് നടക്കേണ്ടുന്നതായ അനേക സംഭവ വികാസങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു പദമുണ്ട്: ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ്. നാം ഓരോ ദിവസത്തെയും സംഭവങ്ങൾ വീക്ഷിച്ചാൽ കാശ്മീരിൽ അവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉടലെടുത്ത ഇന്ത്യ പാക് സംഘർഷം യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ 2023 ഒക്ടോബർ മുതൽ 2025 ഈ കാലയളവിൽ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങളും സ്ത്രീകളും വധിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ലക്ഷക്കണക്കിന് പേർ ഗുരുതരാവസ്ഥയിലും പട്ടിണിയിലും ആയിട്ട് കഴിയുകയാണ്. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും അവസ്ഥകൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ അതിർത്തിയിലെ സാഹചര്യം സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പാർലമെന്റിന്റെ പ്രതിരോധ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള സ്ഥിതി വിലയിരുത്തുകയുണ്ടായി. ഫ്രാൻസിൽ നിന്നും ഏതാണ്ട് 63,000 കോടി മുടക്കി നാവികസേനയ്ക്ക് 26 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുവാനിടയായി. നമുക്കുള്ള യുദ്ധോപകരണങ്ങൾക്ക് പുറമെയാണ് 63,000 കോടിയുടെ ഈ യുദ്ധ വിമാനങ്ങൾ കൂടെ വാങ്ങുന്നത്. ഇന്ത്യൻ സൈനിക നടപടിക്കെതിരെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണി ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തില് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഭീഷണി മുഴക്കുവാനായിട്ടും ഇടയായിട്ടുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ ചെയ്യാറുള്ള വ്യോമ പട്രോളിംഗ് പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. F-16, J-10, JF-17 യുദ്ധവിമാനങ്ങൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. യുദ്ധ സാമഗ്രികളുമായി തുർക്കിയുടെ 7 സൈനിക വിമാനം പാകിസ്ഥാനിലെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണച്ച് ചൈനയും രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വല്ലാത്ത ഒരു ഭീകരാന്തരീക്ഷം ലോകത്ത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണിയിലെ ആ ഞെട്ടൽ മാറാതെ നിൽക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് 6 കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ, വിജിലൻസ് ട്രൈബ്യൂണൽ, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ്, അതേപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങിയ ഇടങ്ങളിലും, കൂടാതെ നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും വഞ്ചിയൂർ കോടതിയിലും 4 സ്വകാര്യ ഹോട്ടലുകളിലുമായി വ്യാജ സന്ദേശം വരുവാനായിട്ട്, ബോംബ് ഭീഷണി ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ചിലപ്പോൾ പണ്ട് പറഞ്ഞതുപോലെ പുലി വരുന്നേ എന്നുള്ള ഈ അനുഭവം അത് കാര്യത്തിലേക്ക് കടന്നുകൂടായികയുമില്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടെ ഡ്യൂട്ടി തന്നെ ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല. ഇതിന്റെ പുറകെ ഒക്കെ അവര് ഓടി നടക്കേണ്ടുന്നതായ ആ അവസ്ഥയിലാണ് അവരുടെ
ജീവിതവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ദൈവവചനം പറയുന്നത് പോലെ ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ആ കാലഘട്ടം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇതിന് പരിഹാരം മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിങ്കലേക്ക് നോക്കുക മാത്രമാണ്. യുദ്ധം കൊണ്ട് ആർക്കും ആരെയും ഒതുക്കുവാനോ അല്ലെങ്കിൽ ഒന്നും നേടുവാനോ കഴിയുകയില്ല. കുറെ മരണങ്ങളും കുറെ നാശനഷ്ടങ്ങളും വിതറാം എന്നുള്ളതല്ലാതെ പിന്നീട് സമ്പൂർണമായ നാശത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് പിന്നെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. തിരുവചനാടിസ്ഥാനത്തിൽ ജീവിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.